അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമസ്കാര സമയത്തെക്കുറിച്ചിട്ടുള്ള ഒരു ആപ്പിനെ കുറിച്ചിട്ടാണ്. ആ ആപ്പ് നിങ്ങളുടെ മൊബൈലിൽ ഉണ്ടെങ്കിൽ നമുക്ക് നമസ്കാര സമയം കൃത്യമായും അറിയാൻ പറ്റും, ഇഖാമത്തിൻ്റെ സമയം. അതിനാദ്യം ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ പോയി സെർച്ച് ബട്ടണിൽ നമ്മൾ നമസ്കാര സമയം അല്ലെങ്കിൽ നിസ്കാര സമയം എന്നൊക്കെ അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നിസ്കാര സമയം എന്ന് അവിടെ എഴുതി കാണിക്കും. ഒന്നുകൂടി ഞാൻ സെർച്ച് ചെയ്ത് കാണിക്കാം, നിസ്കാര സമയം. അപ്പോൾ മുകളിൽ വന്നു നിസ്കാര സമയം, ഏറ്റവും മുകളിൽ അവിടെ ഓക്കെ അടിച്ച് കൊടുത്തിട്ടാകുമ്പോൾ ഇങ്ങനെ വന്നു. ഇൻസ്റ്റാൾ അടിച്ച് ഇനി നമുക്കിത് ഒന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നത് വരെ ഒന്ന് വെയിറ്റിംഗ് ചെയ്യാം. ഇപ്പോൾ 33%, 86%, 77%, 89%, 95, 100. ഇനി അത് ഡൗൺലോഡ് ആയിക്കഴിഞ്ഞു. ഇനി നമ്മൾ ഓപ്പൺ ചെയ്ത് നമ്മൾ ഈ താഴെ കാണുന്ന ഓപ്പൺ ഓക്കെ അടിച്ച്, പിന്നെ മലയാളം ഇംഗ്ലീഷ്, അത് മലയാളത്തിൽ മാർക്ക് ഇട്ടിട്ടുണ്ട്, ശരി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ താഴെ തുടരാം ഇവിടെ ക്ലിക്ക് ചെയ്യുക, തട്ടുക. ഓക്കെ, പിന്നെയും തുടരാൻ ഇവിടെ തട്ടുക, തട്ടി തുടരാൻ ഇവിടെ തട്ടുക. ഓക്കെ, അപ്പോൾ എന്ത് കണ്ടു? സേവ് അടിച്ചു. മുകളിൽ സമയം കണ്ടു. അതിൻ്റെ താഴെ ഇംഗ്ലീഷ് മാസം 16 ഓഗസ്റ്റ് 2024. അതിൻ്റെ താഴെ 12 സഫർ 1446. അതിൻ്റെ താഴെ അസിർ ബാങ്കിന് ഇനി 1 മണിക്കൂർ 6 മിനിറ്റ് ബാക്കി. അത് വലിയൊരു ഉപകാരമാണ്. നമുക്ക് എത്ര മണിക്കൂർ ബാങ്കിനുണ്ട് എന്നറിഞ്ഞു. അതിൻ്റെ താഴെയായിട്ട് കാണുന്നത് കണ്ണൂർ. അപ്പോൾ കണ്ണൂർ ഉള്ളവർക്ക് ഓക്കെ അടിച്ചിട്ട് നമ്മൾ അതിനൊന്ന് സെറ്റാക്കി കൊടുക്കേണ്ടി വരും. അതിൻ്റെതായ കേരള എന്നുണ്ട്, കണ്ണൂർ, ഇന്ത്യ എല്ലാം സെറ്റായിട്ടുണ്ട്. കേരള, കണ്ണൂർ. ആ കണ്ണൂരിലേക്ക് ഒന്ന് ഓക്കെ അടിക്കുക. മുകളിൽ കാസർഗോഡ് ഓക്കെ അടിച്ചിട്ടാകുമ്പോൾ എന്ത് പ്ലേസ് കാണിക്കുന്നുണ്ട്. പ്ലേസ് മഞ്ചേശ്വരം, ഉപ്പള, അനഫി, കുമ്പള. അനഫീൻ്റെ സമയം സെറ്റാക്കാനുള്ളത് കാസർഗോഡ് 1, 2. കാസർഗോഡ് 1ലേക്ക് ഓക്കെ അടിച്ചു കൊടുക്കാം. അപ്പോൾ അത് ഓക്കെ. അപ്പോൾ കാസർഗോഡത്തെ യഥാർത്ഥ സമയം ഇപ്പോൾ വന്നു കഴിഞ്ഞ് ഫജ്ർ 4:57, ളുഹർ 12:36, അസ്ർ 3:42, മഗ്രിബ് 6:51, ഇശാ 8:03, ഉദയം 6:19. ഓക്കെ, പിന്നെ ഇഖാമത്തിൻ്റെ സമയം അതിൽ പിന്നാലെ തന്നെ ഇഖാമത്തിൻ്റെ സമയമുണ്ട്. അത് നമുക്ക് മിനിറ്റിന് കയറിയാൽ കൂട്ടാനുള്ള ഓപ്ഷനും ഉണ്ട്. അതിൻ്റെ മുകളിൽ തന്നെയുണ്ട് മിനിറ്റ്. എഡിറ്റ് മസ്ജിദിനെ കുറിച്ചിട്ടുള്ള എഡിറ്റിംഗ് ആക്കാനുള്ള ഇതുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ സെറ്റിങ്സിൽ പോകുന്നെങ്കിൽ പിന്നെയും ഒരുപാട് സംവിധാനമുണ്ട്. പേജ് സെറ്റിംഗ്, ജനറൽ സെറ്റിങ്സ്, പിന്നെ സൗണ്ട് വേണയോ, അങ്ങനെ എല്ലാത്തിനെയും ഉണ്ട്. പിന്നെ വെള്ളിയാഴ്ച രാത്രി ആകുമ്പോഴേക്ക് വ്യാഴാഴ്ച എന്നത് രാത്രി ഓർമ്മപ്പെടുത്തും, നാളെ വെള്ളിയാഴ്ച രാവാണ്, ഡ്രസ്സ് മടക്കി വെക്കാൻ അല്ലെങ്കിൽ ഇസ്തിരിയിട്ട് വെക്കുക, പിന്നെ സ്വലാത്ത് ചൊല്ലാൻ മറക്കരുത്. ഇങ്ങനെയൊക്കെ ഇതിൽ നമുക്ക് ഓർമ്മപ്പെടുത്തും. വെള്ളിയാഴ്ച രാത്രി നമുക്കൊരു ഓർമ്മപ്പെടുത്തും. അപ്പോൾ നല്ലൊരു നമുക്ക് ഉപകാരമുള്ള ഏറ്റവും നല്ലൊരു ആപ്പാണ്. അപ്പോൾ നിസ്കാരത്തിന് നമുക്ക് പള്ളിയിൽ ഫ്രണ്ടിൽ കാണുന്നു നിസ്കാര സമയത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ക്ലോക്ക്. അപ്പോൾ അതുപോലെ തന്നെയുള്ള എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വലിയൊരു ആപ്പാണ്. പള്ളിയിലൊക്കെ ആ ക്ലോക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ട് തകരാറിൽ റിപ്പയറാക്കാൻ കൊടുത്താൽ നമുക്ക് പള്ളിയിലെ ഉസ്താദുമാർക്കും ഇത് വലിയ ഉപകാരപ്പെടുന്ന ഏറ്റവും നല്ലൊരു ആപ്പാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചോ. നമ്മൾ വീട്ടിൽ നിന്ന് ഇപ്പോൾ പുറത്ത് ഇറങ്ങണമെങ്കിൽ ഇഖാമത്ത് കൊടുത്തിട്ടുണ്ടാവോ എന്ന് നമുക്ക് ഒരു അറിവുമില്ല. അപ്പോൾ ഈ ആപ്പ് ഉണ്ടെങ്കിൽ നോക്കാം, ഇഖാമത്തിന് ഇത്ര സമയമുണ്ട്, പള്ളിയിലേക്ക് ഓടിപ്പോകുക അല്ലെങ്കിൽ മെല്ലെ നടന്നു പോയാൽ മതി. അപ്പോൾ അതിനെല്ലാം ഉപകാരപ്പെടുന്ന ഒരു ആപ്പാണ്. വെള്ളിയാഴ്ചൻ്റെ പിന്നെ ജുമാൻ്റെ ദിവസത്തിനെക്കുറിച്ച് നമുക്ക് ആ സമയത്തിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ഇതിൽ ഉപകാരപ്പെടും. അപ്പോൾ ഈ അറിവ് നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സഹകരിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.